ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് 2024-25 ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫൈനൽ എക്സാമിൻ്റെ 7th സ്റ്റാൻഡേർഡിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഗതിവിധി ഒന്ന് നോക്കാം. സൂചന ഗണ്ട് പടേ और प्रश्नों के उत्तर लिखे. ഇവിടെ ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. അനു को एक साइकिल लेनी थी. മാം को तो उसने मना लिया. മാം അതിന് സമ്മതിച്ചു. അനുക്ക് സൈക്കിൾ വാങ്ങാണ്ടായപ്പോൾ മാം അത് സമ്മതിച്ചു. पर पापा नहीं मनाने. പക്ഷേ അച്ഛൻ അതിന് സമ്മതിച്ചില്ല. उन्हें लगता है कि अनु का हर आग्रह पूरा होता रहा तो वह बिगड़ जाएगी. പാപ്പ ഏക്ക് ഗുല്ലക് ലായ. ഗുല്ലക് എന്ന് വെച്ചാൽ ഇവിടെ പണക്കൊടുക്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലായ അവർ പോലെ അത് ഇതെന്ന് പറഞ്ഞു. പഹലെ കുച്ച് പൈസെ ജമാ കർ ലോ ഫിർ സൈക്കിൾ ലേന. നീ ഈ പണക്കൊടുക്കയിൽ പൈസ സമ്പാദിക്കുക, എന്നിട്ട് നിൻ്റെ ഇഷ്ടമുള്ള പോലെ സൈക്കിൾ വാങ്ങിക്കോ. ഗുല്ലക് ഏക്ക് ഖൂബ്സൂരത് ഹാത്തി കെ ആകാർ കാത്ത. ഈ ഗുല്ലക് പണക്കൊടുക്ക ഒരു ആനയുടെ രൂപത്തിലാണ്. അപ്പോൾ നമുക്കിവിടെ വായിച്ചു നോക്കാം. ഗദ്രിയൻഷ് കെ ആധാർ പർ സഹി പ്രസ്താവൻ ചുൻകർ ലിഖെ. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണെന്ന് ചോദിക്കണേ. ഇവിടെ ഫസ്റ്റത്തെ അനുക്കെ പാപ്പാക്കോ മനാലിയ. പാപ്പ ഇതിന് സമ്മതിച്ചു എന്ന് പറയുന്നത്. ശരിക്കും പാപ്പ ഇതിന് സമ്മതിച്ചില്ല. പാപ്പ നഹി മനാന് എന്ന് കാണിക്കുന്നു. പിന്നെ അനുവിനെ പാപ്പ ഓർ മാമ ദോനോ കോ മനാലിയ. അവർ രണ്ടുപേരും സമ്മതിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും പാപ്പ സമ്മതിച്ചിട്ടില്ല, മമ്മ സമ്മതിച്ചെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. അനുവിനെ മാം കോ മനാലിയ. അമ്മ സമ്മതിച്ചെന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, മാം കോ തോ ഉസ്നെ മനാലിയ. മാമാണ് ഇവിടെ സമ്മതിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ ഇതാണ് കേട്ടോ. മൂന്നാമത്തെ ഇ ആണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. പാപ്പാക്കോ കിസ്ക ടർത്ത. ഇവിടെ പാപ്പ എന്തിനാണ് പേടിച്ചിരുന്നത്? ഈ അനു വേറെ എന്തെങ്കിലും ഇതേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ അനുക്കെ രോനേക്ക. അനുവിൻ്റെ രോനയാണോ? അനുക്കെ നരാസ് ഹോ ജാനേക്ക. മൂന്നാമത്തെ അനുക്കെ ബിഡങ് ജാനേക്ക. അനുക്കെ ജണ്ട്നേക്ക. ഇവിടെ നമുക്ക് കാണാം ഇതാ ബിഡങ് ജായെങ്കി. ഇവിടെ ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. അനുക്കെ ബിഗണ്ട് ജാനേക്ക. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. അനു ക്യാ ചാഹ്തി തി ഔർ പാപ്പ ക്യാ ലിയ. അനു എന്താണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്, പാപ്പ എന്താണ് വാങ്ങിക്കൊടുത്തത്? അനു സൈക്കിൾ ചാഹ്തി തി, പാപ്പ സൈക്കിൾ ലിയ. അനു സൈക്കിളാണ് വാങ്ങാൻ പറഞ്ഞത്, പാപ്പ വാങ്ങിയത് സൈക്കിളാണ്. ഇനി രണ്ട് അനു ഗുല്ലക് ചാഹ്തി തി. അനു പണക്കൊടുക്കയാണ് വാങ്ങാൻ പറഞ്ഞത്, പാപ്പ സൈക്കിൾ ലായ. പക്ഷെ പാപ്പ സൈക്കിളാണ് കൊണ്ടുകൊടുത്തത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. അനു സൈക്കിൾ ചാഹ്തി. അനു സൈക്കിളാണ് വാങ്ങാൻ ആഗ്രഹിച്ചത്. പാപ്പ ഗുല്ലക്കിലായ. പക്ഷേ പാപ്പ പണക്കുടുക്കയാണ് കൊണ്ടുവന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം. അനുക്ക് ഏക്ക് സൈക്കിൾ എഴുതി. അനു സൈക്കിളാണ് ആഗ്രഹിച്ചത്, ഒരു സൈക്കിളാണ് ആഗ്രഹിച്ചത്. പാപ്പ ഏക്ക് ഗുല്ലക്കിലായ. പക്ഷേ പാപ്പ ഒരു പണക്കുടുക്കയാണ് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഈ മൂന്നാമത്തെയാണ് കേട്ടോ ശരി. ഗുല്ലക് കിസ്കെ ആകാർ ഖാത്ത. ഗുല്ലക് ഏതിൻ്റെ ഒരു രൂപമായിരുന്നു എന്ന് ചോദിക്കുന്നത്. നമുക്കിവിടെ കാണാം ഹാത്തി കെ എന്നാണ്. ഇതാ ഒരു ആനയുടെ രൂപമായിരുന്നു. സൈക്കിൾ ഖരീദനെ കെ ലിയെ പാപ്പാനെ ക്യാ ഉപായ് ബത്തായ. പാപ്പ ഏതൊരു ഉപായാണ് ഈ സൈക്കിൾ കൂട്ടിവെക്കാനായിട്ട് അനുവിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഗുല്ലക് മേ പൈസ ജമാ കർണേക്ക. ഈ പണക്കൊടുക്കയിൽ ഈ സമ്പാദിച്ചിട്ട് നിനക്ക് സൈക്കിൾ വാങ്ങണമെങ്കിൽ വാങ്ങണമെങ്കിൽ വാങ്ങിക്കോന്നാണ് പറഞ്ഞത്.
ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 2 സൂചന. പ്രേം കെ സിവ ഔർ കുച്ച് നഹി. ഈ കവിത നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രേം കെ സിവ ഔർ കുച്ച് നഹി നമ്മൾ വായിച്ചതാണ്. ഡയറി കാ ആംശ് പഠേ ഔർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ ഇതാണ് പറയുന്നത്. ഇവിടെ പ്യാർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്യാർ. പ്യാർ എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹം. അപ്പം ഈ സ്നേഹത്തിന് പറ്റിയ വേറൊരു പദം എന്താ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ കാണാം. രണ്ടാമത് പ്രേം. പ്രേം എന്ന് വെച്ചാൽ സ്നേഹം എന്ന് വെച്ചാൽ ഒന്നാണ്. ഇനി സംഗീതം കി സഹായസെ, ഇവിടെ തന്നെ ഈ സഹായങ്ങൾ കൊണ്ട് ധർത്തി മേ പ്രേം സബ്സെ താക്തവർ മൂല്യ ഹെ. ഭൂമിയിൽ സ്നേഹം എല്ലാവർക്കും മൂല്യമാണ്. അങ്ങനെ ഉള്ള ഇതിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന് ലഘു ഒരു എസ്സേ പോലെ നിങ്ങൾ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസ് എന്താക്കുക, ഇത് ഉപയോഗിച്ച് ഇത് ഒന്നും തീരെ കിട്ടാത്തവരാണെങ്കിൽ ഇതേപോലെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഹാ ഹി ഹേ അങ്ങനെ എന്തെങ്കിലും ഇസ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരുമിച്ച് കൂട്ടി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3-4 മാർക്ക് നിങ്ങൾക്ക് നേടാം. അപ്പം നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ ഓർക്കാം. ഗതിവിധി 3 സൂചന. ബാരിഷ് കെ ബാദ്. നിങ്ങളിത് വായിച്ചിട്ടുണ്ടാവില്ല. ബാരിഷ് കെ ബാദ് ഗുട്ടോൻ്റെ ഗുഡലേൻ്റെ പാടാണ് കേട്ടോ. കഹാനി കാ യഹ് ആംശ് പഠേ ഔർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ആ കഥയുടെ കുറച്ച് ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ ഇത് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഇത് വായിക്കാം കേട്ടോ. ഗോകുൽ ഗയ കിസ് മൗസം മേ ദിക്തി ഹെ. ഗോകുൽ ഗയ ഏത് കാലത്താണ് കാണപ്പെടുന്നത് നിൽക്കുന്നത്? ബാരിഷ് കെ മൗസമിനെ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ബാരിഷ് കെ എന്നുള്ള പാട്ട്. മഴ സമയത്താണ് ഈ ഗോകുൽ ഗയ ഉണ്ടാവുക. ഇനി ഗുട്ടു ഔർ ഗുഡലി. ഗുട്ടു ഔർ ഗുഡലി ഗോകുൽ ഗയ്യ കോ ദേഖ്തേ ഹെ. ഗോകുൽ ഗയ്യാണ് ഗുട്ടു ഗുഡലി നോക്കിയാണ്. യെ ഉസേ പകഡ് കർ സ്കൂളിലെ ജാന ചാഹത്തെ ഹെ. അവർ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ദോനോ കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. അവർ രണ്ടുപേരും ഒരു കോൺവെർസേഷനാണ് പറയുന്നത്. ഒരു കോൺവെർസേഷനായിട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഇനി 2 ഗുട്ടുവിൻ്റെ 2 ഗുഡലിൻ്റെയാണ് എഴുതാൻ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ഒരു ഗുട്ടുവിന് കൊടുക്കുന്നത് ദേ ഗുഡലി നോക്കൂ. ഗോകുൽ ഗയ്യ ഗുഡലി പറയുന്നത് വാ ബഹുത്ത് സുന്ദർ, വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ ബുക്കിലേക്കുള്ള നോക്കിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. പ്യാരി ഗോകുൽ ഗയ്യ ഹേ. ഇത് നല്ലൊരു പ്യാരി ഗോകുൽ ഗയ്യാണ്. ഹാ ഭയ്യ എന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. ഇനി അടുത്തത് ഗതിവിധി 4 ആണ്. സൂചന. ഹാത്യോം കെ ഗുസാർ. ഈ പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആനകളുടെ ജീവിതം. പഠിക്കെ ആധാർ പർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഈ ഒരു ചിത്രം നോക്കിയിട്ട് ഇത് ഓർഡർ ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം കെ ആധാർ പർ വാക്യോं को क्रमबद्ध करें. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് ഇതാണ് കേട്ടോ. ഹത്തീനി അപ്നെ ദോനോ ബച്ചോ കെ സാത്ത് സഡക് പാർ കർ രഹി ഹെ. ഈ ഹത്തീനി ഈ പെണ്ണാനയും അവർ 2 കുട്ടികളും റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇവിടെ ഒന്നാമത്തേത് കാണിക്കുന്നത്. ഈ രണ്ടാമത്തേത് എന്താണ്? ഇവിടെ ഹത്തിനിയും ബഡേ ബച്ചയും ആസാനീസ് റോഡ് ക്രോസ് എളുപ്പത്തിൽ റോഡ് ക്രോസ് ചെയ്തു. പക്ഷേ ഇതിന് ക്രോസ് ചെയ്യുന്നില്ല. അപ്പം രണ്ടാമത്തെ ഇതാണ് കേട്ടോ. ഹാത്തിനി ഔർ ഉസ്ക ബഡാ ബച്ച. ഹത്തിനിയും ബഡാ ബച്ചയും ആസാനീസ് ഡിവൈഡ് പർ കർണേ ഹേ. അവരുടെ എളുപ്പത്തിൽ ഡിവൈഡ് ക്രോസ് ചെയ്തു. ഇനി മൂന്നാമത്തെ നോക്കാം. ഈ ഹാത്തിനിയും ബഡേ ബച്ചയും റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയാനക്ക് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നോക്കാം. ചോട്ടാ ബച്ച ഡിവൈഡ് പർ കർണേ മേ അസ്മത് ഹോത്താ ഹേ. ഇതാണ് മൂന്നാമത്തെ. അപ്പം നാലാമത്തെ ഇത് അമ്മ ആ
കുട്ടിയാനനെ സഹായിക്കുന്നതാണ് കേട്ടോ. ഹാത്തിനി ഡിവൈഡഡ് पर करने में छोटे बच्चे के सहायता करती है. छोटे बच्चനെ സഹായിക്കാൻ അമ്മ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തത് യഹാം ബच्चे के प्रति हाथिनी का कौन सा മനോഭാവ് പ്രകട് ഹോത്ത ഹെ. എന്താണ് പ്രകടമാവുന്നത് ഈ അമ്മക്ക് ഈ കുട്ടിയാനോട് ഈ മക്കളോട്? പ്യാർക്ക, സ്നേഹമാണ് അല്ലേ. ഉത്സാഹമല്ല, ഖുഷി സന്തോഷമല്ല, ആശയല്ല, പ്യാറാണ് സ്നേഹം. അപ്പോൾ ഇവിടെ സ്നേഹമാണ് പ്രകടമാകുന്നത്. അപ്പം അഞ്ചാമത്തെ ഗതിവിധി നമുക്ക് നോക്കാം. സൂചന ജന്നത്ത് കെ ബच्चे. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ജന്നത്ത് കെ ബच्चे എന്ന് പറയുന്ന ഫിലിമിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ട്. ഫിल्मी लेग का यह अंश पढ़े और प्रश्नों के उत्तर लिखे. ഇത് വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം നൽകാനാണ് പറയുന്നത്. ഇത് വായിക്കാം. ചിൽഡ്രൻ ഓഫ് ഹെവൻ കഹാ കി ഫിലിം ഹെ. എവിടുത്തെ ഫിലിമാണ്? ഇറാനിക്കിയാണ് അല്ലേ. ഇതാ ഇവിടെ പറയുന്നുണ്ട് ഇറാനി. आपके स्कूल में सुरीली हिंदी मंच के नेतृत्व में चिल्ड्रन ऑफ हेवन का प्रदर्शन होने वाले हैं. इसकी सूचना देने के लिए ഉദ്ഘോഷൻ തയ്യാർ കരേ. ഉദ്ഘോഷൻ എന്ന് വെച്ചാൽ ഒരു അനൗൺസ്മെൻറ്റ് അങ്ങനെയെല്ലാം പോലെയാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ എഴുതിത്തരാം. ഫസ്റ്റ് നമുക്ക് അത് തുടങ്ങുമ്പം പ്യാരെ ബच्चे ഇത് തന്നെ എഴുതിയിട്ട് നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് ഞാൻ എളുപ്പ വഴി പറഞ്ഞ രീതി ഉണ്ടാക്കാൻ തന്നെ. ഫസ്റ്റ് നമുക്ക് എഴുതാം പ്യാരെ ബच्चे എഴുതാം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ആപ്കെ സ്കൂൾ മേ. അപ്പം ഇതന്നെ എഴുതാം. प्यारे बच्चे आपके स्कूल में सुरीली हिंदी मंच के नेतृत्व में चिल्ड्रन ऑफ हेवन का प्रदर्शन होने वाला है. ഇത്ര വരെ നിങ്ങൾക്ക് എഴുതാം. ഇത് ഈ ആൻസർ തന്നെ ഇത് ഇനിത്തുണ്ട് കേട്ടോ. ഇത്ര വരെ എഴുതാം. എന്നിട്ട് നമുക്ക് എന്താ എഴുതാം? സബ്കാ സ്വാഗത് എന്ന് എഴുതാം. സബ്കാ സ്വാഗത് എഴുതി കൊടുക്കാം ലാസ്റ്റ്. ഈസിയാണ് കേട്ടോ ഈ ഉദ്ഘോഷം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സാം സഫായി മേ അവൽ ഗാവ്. ശുചിത്വത്തിൻ്റെ പാഠമാണ് കേട്ടോ. ലേക്ക യഹ് ആൻഷ് പടേ അവർ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലിഖേ. ഈ ഒരു ഇത് വായിക്കാം എനിക്ക് ഉത്തരം നൽകണമെന്ന്. മാവ്ലിങ്ങോ. മാവ്ലിങ്ങോ എന്ന് പറയുന്ന ഗ്രാമം നിങ്ങൾക്കറിയില്ലേ. കെ ലോഗ് ഗൂഡെ കച്ചറെ ഇട്ട കർ കിസ്കെ ലിയെ ഇസ്തേമാൽ കർത്തേ ഹെ. ഇവിടെ ഈ കൂടക്കച്ചറ കൊണ്ട് ഇവിടെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഗേത്തി കെ ലിയെ ആണ് ആൻസർ. ഇതെവിടെ കാണാം. ഗേത്തി കെ ലിയെ അത് കൃഷിൻ്റെ വിളവിനാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് സ്വസ്ഥ രഹ്നെ കെ ലിയെ पर्यावरण को साफ रखना है. यह സന്ദേശ് ദേനേവാല एक പോസ്റ്റർ തയ്യാറാണ്. അപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ആ പോസ്റ്റർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് നമുക്കൊരു ഇങ്ങനത്തെ ഒരു ബോക്സ് വരക്കാം. ഇവിടെ ഡേറ്റ് ഡേ അങ്ങനെ എഴുതി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഏതാ ഈ സ്കൂൾ എഴുതാം. ഇവിടെ സ്കൂള്, ഇവിടെ ഒരു പിക്ചർ അതിൻ്റേതായിട്ടുള്ള ഒരു പിക്ചർ. പിന്നെ ഇതാ ഹെഡിങ് ആയിട്ട് ഇതാ കണ്ടേ ഇവിടെ നിന്ന് മുതൽ ഇത്ര ഇത് ഈ തന്നെ ഉണ്ട് കേട്ടോ. അത് ഈ ഹെഡിങ് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ പിക്ചർ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ സബ്കാ സ്വാഗത് എഴുതണം. സബ്കാ സ്വാഗത് എഴുതണം. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.